തൃശ്ശൂർ UDF പിടിച്ചു, എറണാകുളം UDF പിടിച്ചു, തിരുവനന്തപുരത്ത് NDA പിടിക്കും എന്നുള്ളതാണ്. നോക്കൂ ആ സ്ക്രീനിൽ 49 സീറ്റുകൾ, 28, 19, 51 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 49 2 സീറ്റുകൾ വേണം, 2 സീറ്റുകൾ എണ്ണുന്നത് 2 സീറ്റുകൾ, വേണ്ടുന്നതും 2 സീറ്റുകൾ. NDA പിടിച്ചെടുക്കുമോ? കോഴിക്കോട് നോക്കൂ, 30 ഇടങ്ങളിൽ LDF, 27 ഇടങ്ങളിൽ UDF. തിരുവനന്തപുരത്ത് നോക്കൂ, 49 ഇടങ്ങളിൽ NDA. അനുനിമിഷം മാറുന്ന ടാലിയായിട്ട് മാറുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 49 ഇടങ്ങളിൽ NDA, 2 ഇടങ്ങളിൽ സീറ്റ്, 2 ഇടങ്ങളിൽ ഇനി എണ്ണാൻ കിടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ ചന്തവള റീകൗണ്ടിംഗ്, റോഷിയെ വിളിക്കണം. വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നു. കാഞ്ഞിരപ്പാറ NDAയുടെ ലീഡ്. കാഞ്ഞിരപ്പാറയിൽ NDAയുടെ ലീഡ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നു. കാഞ്ഞിരപ്പാറയിൽ NDAക്ക് ലീഡ്. അങ്ങനെ വന്നാൽ ചന്തവിളയിൽ റീകൗണ്ട് ചെയ്തിട്ട് കാര്യമില്ല. ചന്തവിള ഉറപ്പിച്ചതാണ്. ചന്തവിള റീകൗണ്ട് ചെയ്യുന്നു. വ്യത്യാസമാണ്. നമ്മുടെ പ്രതിനിധി അവിടെയുണ്ട്, റോഷിപാലിനെ കണക്ട് ചെയ്യണം. ചന്തവിളയിൽ 2 സീറ്റിനാണ് CPM പരാജയപ്പെട്ടത്. അവിടെ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റീകൗണ്ടിംഗ് നടക്കുമോ എന്നറിയണം. ഇപ്പോൾ കാഞ്ഞിരപ്പാറയിൽ NDA ലീഡ് ചെയ്യുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ്. കാഞ്ഞിരപ്പാറയിൽ NDA ലീഡ് ചെയ്യുന്നു. 49 NDA, 49 NDA, 49 2 സീറ്റിന്റെ മാത്രം വ്യത്യാസം. നിലവിൽ 49 2 സീറ്റിന്റെ മാത്രം വ്യത്യാസം. 49 28 19. കോഴിക്കോട് കോർപ്പറേഷനിൽ ജയശ്രീ ജയിച്ചു, നിലവിലെ ഡെപ്യൂട്ടി മേയർ LDF. 49 ഇടങ്ങളിൽ തിരുവനന്തപുരത്ത് NDA, കോഴിക്കോട് 30 ഇടങ്ങളിൽ LDF, 27 ഇടങ്ങളിൽ UDF, NDA 13. തിരുവനന്തപുരത്ത് 49 ഇടങ്ങളിൽ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. 19 നമ്മുടെ പ്രേക്ഷകരിൽ ചെറിയ ചോദിക്കുന്നു, വോട്ട് ചോരിയും EVM മാനിപ്പുലേഷനും ഒന്നും ഇല്ലേ എന്ന്. തിരുവനന്തപുരത്തൊക്കെ നോക്കണം, പരിശോധിക്കണം. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കോഴിക്കോട് കൊടുവള്ളി നഗരസഭ UDF 26, LDF 11. ചിഹ്നം ഉപേക്ഷിച്ച് മത്സരിച്ച LDF തന്ത്രം അവിടെ പാളിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കൂ, ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ 49 സീറ്റുകളിൽ NDA, 28 സീറ്റുകളിൽ LDF. 2 സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാഞ്ഞിരപ്പാറ NDAക്ക് അനുകൂലമാവുന്നു. അവിടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമായ പടന്ന പഞ്ചായത്ത് LDF പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ വിഭാഗീയത LDFന് പടന്ന പഞ്ചായത്ത് കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. കൊടുവള്ളി നഗരസഭ UDFന് 26 ഇടങ്ങളിൽ UDF. ഇപ്പോൾ മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ UDFന്റെ വിജയം. ആര് വിജയിച്ചു? KPCC ഓഫീസിലിരിക്കുന്ന വാർഡിൽ BJPയും വിജയിച്ചു. ഗംഭീരം. ഇതെന്താണ് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്? മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ UDF ജയിക്കുന്നു. KPCC ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് BJP ജയിക്കുന്നു. AKG സെന്റർ ഇരിക്കുന്ന സ്ഥലത്ത് UDF ജയിക്കുന്നു. ശരി, റോഷിപാലുണ്ട്. റോഷിപാൽ, ഇനി തിരുവനന്തപുരത്ത് 2 ഇടത്തെ കൂടെ ഫലമേ അറിയാനുള്ളൂ. എന്താണ് അവസാന ചിത്രം? സ്മൃതി, തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. പക്ഷേ NDAക്ക് വലിയ മേൽക്കോയ്മ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. ഇനി ചന്തവിളാകം ഡിവിഷനിൽ അവിടെ 2 വോട്ടിന്റെ ലീഡാണ് NDAക്ക് ലഭിച്ചത്. അവിടെ റീകൗണ്ടിംഗ് LDF ആവശ്യപ്പെട്ടു. അങ്ങനെ റീകൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പോസ്റ്റൽ വോട്ടിലേക്ക് കൗണ്ടിംഗ് എത്തുന്നു എന്ന വിവരമാണ്. അങ്ങനെ ഇനി 2 ഡിവിഷനുകൾ മാത്രമാണ്. മറ്റൊരു ഡിവിഷനിൽ അവിടെ NDAക്ക് മുൻതൂക്കമുണ്ട്. ഏതായാലും അല്പസമയത്തിനകം പൂർണ്ണമായുള്ള ഫലം വരും. അതിൽ ഈ ചന്തവിള ഡിവിഷനിൽ മാത്രമാണ് ഈ ഒരു ആശയക്കുഴപ്പമുള്ളത്. ആശയക്കുഴപ്പം വരാനുള്ള കാരണവും ഈ BJPയുടെ സിറ്റിംഗ് സീറ്റിൽ അവർക്ക് ലഭിച്ച ലീഡ് അത് താരതമ്യേന വളരെ കുറവായതുകൊണ്ടാണ് അവിടെ ഒരു റീകൗണ്ടിങ്ങിന്റെ സാഹചര്യം ഒരുക്കിയത്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ അതിൽ ഒരു വ്യക്തത വരും. ഏതായാലും കാത്തിരിക്കുന്നു. NDA ഏറെക്കാലത്തെ അവരുടെ കാത്തിരിപ്പ്, അവരുടെ ശ്രമത്തിനൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. വലിയ ആവേശത്തോടെ അവർ ഭരണത്തിലേക്ക് NDA വരുന്നു എന്നതാണ് തിരുവനന്തപുരത്തെ ഒരു പ്രത്യേകത. ഏറെക്കാലമായി BJP കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് ലഭിച്ചതെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ വലിയ ആഘോഷങ്ങൾക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് BJP 20% മുകളിൽ ഒരുപക്ഷെ വോട്ട് നേടിയിട്ടുണ്ട്. ഡോക്ടർ അരുണിന് യൂട്യൂബിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഈ പരാജയം CPIMന് പ്ലേ ഓഫ് സാധ്യതയാണ് ഡോക്ടർ അരുൺ. നോക്കാം. ഈ വരുന്ന ഘട്ടങ്ങളിൽ ഈ നിയമസഭ സെമി ഫൈനലിൽ പരാജയപ്പെട്ടാലും നിയമസഭയിൽ CPMന് തിരിച്ചു വരാനുള്ള സാധ്യത ഇപ്പോഴും ബാക്കി കിടക്കുന്നു. പക്ഷേ അടിവേരിളകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഗ്രാമപഞ്ചായത്തുകളടക്കം UDFനുള്ള ലീഡ് അത് തന്നെയാണ് പറയുന്നത്. CPM ആഴത്തിലുള്ള ആത്മപരിശോധന നടത്തേണ്ട സമയം തന്നെയാണ്. അതിനിടയിൽ MM മണിയെ പോലെയുള്ള നേതാക്കളുടെ
ഒക്കെ പ്രസ്താവനകൾ ഇനി വീണ്ടും അത് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേതാക്കളൊക്കെ വിജയത്തിൽ പ്രതികരിച്ചു തുടങ്ങി. രാജീവ് ചന്ദ്രശേഖർ ബിജെപിക്ക് കിട്ടിയ വലിയ മുന്നേറ്റത്തിൽ വോട്ടർമാർക്ക് നന്ദി പറയുന്നു. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അൻവറിന്റെ കാര്യത്തിൽ കൂട്ടായ തീരുമാനമുണ്ടാകുമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വീണ്ടും സ്ക്രീനിലേക്ക് മടങ്ങിപ്പോയാൽ വലിയ ആഘോഷങ്ങൾ എല്ലായിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ. കോഴിക്കോട് കോർപ്പറേഷനിലെ ചിത്രം മാറുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോഴിക്കോട് കോർപ്പറേഷനിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമേ LDF-നോടൊപ്പമുള്ളൂ. കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം, അതും കേവലം 3 സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിലാണ് LDF-നോടൊപ്പം നിൽക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലും കൊല്ലം പോയി ഇനി ഇല്ലുണ്ട്. ആ ഇല്ലും പോകൂ. അതാണ് കോഴിക്കോട്. മുനിസിപ്പാലിറ്റി, ഇപ്പോൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, എല്ലായിടങ്ങളിലും UDF-ന്റെ ഒരു തേരോട്ടമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. കോർപ്പറേഷൻ നോക്കൂ, കഴിഞ്ഞ തവണ 5 ആയിരുന്നു LDF-ന്റെ സ്ഥാനത്ത്, ഇക്കുറി അത് 1 ആയിട്ട് മാറുന്നു. മുനിസിപ്പാലിറ്റി നോക്കൂ, കഴിഞ്ഞ 42 ആയിരുന്നു, അത് ഇത്തവണ 28 മാറുന്നു. കോർപ്പറേഷൻ എന്താ നോക്കൂ, ഞെട്ടിക്കുന്ന കണക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുണ്ടല്ലേ സ്ക്രീൻ കാണുമ്പോൾ? അതെ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമാനമായ രീതിയിലുള്ള വിജയമാണ്. നോക്കൂ, കോഴിക്കോട് ഇനി 6 വരാനുള്ളത്. ഒന്ന് കോവൂർ, മെഡിക്കൽ കോളേജ്, ചേവായൂർ, നെല്ലിക്കോട്, കൂടിൽത്തോട്, ചേവരമ്പലം. പലയിടങ്ങളിലും 6 വാർഡുകൾ. നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നു ഡോക്ടർ അരുണിനോടാണെന്ന് തോന്നുന്നു, സെമി ഫൈനൽ തോറ്റവർക്ക് ഫൈനലിലേക്ക് എൻട്രി ഇല്ല സേട്ടാന്ന്.